ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 വർഷം ആയി. ഞാൻ ഇപ്പോഴും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. കുറേ സബ്സ്ക്രൈബേഴ്സ് ആവും, നമുക്ക് പൈസയൊക്കെ കിട്ടും, അതൊക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴേ ആ ബുക്കിന്റെ വീഡിയോ പെട്ടെന്ന് 1K അബോവ് വ്യൂസ് ആയി. കോളേജിൽ അന്ന് ടൂർ വന്ന എല്ലാവരും കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത. പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം 500 സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ വിഭജിക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് അവളാണ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, സ്റ്റക്കായിപ്പോയി. കട്ട് ചെയ്തിട്ട് അടുത്ത പാർട്ടായിട്ട് എടുക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് 8 ദിവസമായി. ഞാൻ ഒരു റോ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടത്. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്, അതുകൊണ്ടിട്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇന്ന് എത്രാം തീയതി? ഇന്ന് 20-ാം തീയതി. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 വർഷം ആയി. ഞാൻ തുടങ്ങിയത് 2023 ജൂണിലാണ്. ഞാൻ ഫസ്റ്റായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടത്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാന്നുള്ള ബുക്കാണിത്, എൻഡ്സ് വിത്ത് അസ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൊളീൻ ഹോവറിൻ്റെ. അവള് ആദ്യമായിട്ട് എനിക്ക് തന്ന ബുക്കാണ് ബർത്ത്ഡേക്ക്. അത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഇപ്പോഴും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ അവൾ തന്ന ബുക്ക് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വർഷമായില്ലേ, നമ്മൾ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷേ ഒരു 1.5 വർഷമായി യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഒരുപാട് പേരെടുത്തും ഒരുപാട് കാര്യങ്ങളിലും ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണതോ ഒന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോയിൽ കൂടെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഈ ലൈക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണതേ വന്നു പോണതാണ്, അല്ലാതെ ഞാൻ ജാട കാണിക്കാനോ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല. ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരൂലേ, അതുകൊണ്ടിട്ടാണ് ഈ ലൈക്ക് എന്ന് പറയണത്. എൻ്റെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചു, ഈ ലൈക്ക് എന്ന് പറയണത്. അപ്പം അത് വന്നു പോണതാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് പോലെ തന്നെയാണ് ഞാനും യൂട്യൂബിലോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. നമുക്ക് വീഡിയോസ് ഇടാം, എല്ലാവരും കാണും, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, കുറേ സബ്സ്ക്രൈബേഴ്സ് ആവും, നമുക്ക് പൈസയൊക്കെ കിട്ടും, അതൊക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴേ. അപ്പം എനിക്ക് ആദ്യം പണ്ട് തൊട്ടേ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ നിന്ന ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട് മീൻസ് ആദിത്യ, ഞാൻ എല്ലാവരുടെയും പേരിങ്ങനെ എടുത്തെടുത്ത് പറയും കേട്ടാ. അപ്പോൾ ആദിത്യയുടെ ഫോണിൽ ഞാൻ വ്ളോഗൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പോഴും അവളുടെ ഫോണിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അപ്പം അപ്പോഴും തൊട്ടേ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ടൈമിലൊന്നും ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ട് വീഡിയോസിന് വ്യൂസ് ഇല്ല. തുടങ്ങിയ ചാനലാണല്ലോ, ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴ് വിഭജിക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ചാനൽ തുടങ്ങി ഞാൻ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട്. അതിന് ലൈക്കില്ല, ഒരു വ്യൂ, ഞാനും അവളും മാത്രമായിരുന്നു എൻ്റെ ആദ്യത്തെ വ്യൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എൻ്റെ മമ്മിക്ക് അയച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസിൽ എന്തോ ഇട്ടെന്ന് തോന്നുന്നു വാട്സപ്പിൽ. അങ്ങനെ കുറച്ച് പേര് ലൈക്ക് ചെയ്ത്, പക്ഷെ അതും ഒരു 20-25 വ്യൂസ് അത്രയും സ്റ്റക്കായിട്ട് നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ഹൗസ് വാമിങ്ങിൻ്റെ 2ാമത്തെ നിലയുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ട്. അതിനും വ്യൂസ് ഒന്നും ഇല്ല. അപ്പം വ്യൂസ് ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്ത് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഒന്നും ഇല്ലാത്തത്. ഞാൻ വിഷമമായി. ഇപ്പം നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പം വ്യൂസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വിഷമാവുമല്ലോ. പിന്നെ ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല. പിന്നെ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരിക്കും, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വീണ്ടും വീഡിയോ ഇട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ്മാ ചെറിയ ചെറിയ മിനി വ്ളോഗ്
അപ്പോഴത്തേനും യൂട്യൂബിലൊക്കെ കുറേ പേര് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ടൈമായിരുന്നു കേട്ടാ. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ കോവിഡ് ടൈമാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് വന്നത് തന്നെ. ആ ടൈമിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യണം എന്ന്, എനിക്ക് വ്ളോഗിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷെ ചെയ്യണം യൂട്യൂബിൽ വീഡിയോ ഇടണം അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വോയിസ് കാണും, ഫാനും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടാ. അപ്പം വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങി, ഷോർട്സ് പോലെ. അപ്പം എനിക്ക് ആ ടൈമിൽ 6-7 സബ്സ്ക്രൈബർ, അതും എൻ്റെ മമ്മി പപ്പ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഭഞ്ചിക, പിന്നെ വേറെ 2 പേരാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത 6-7 പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു മിനി വ്ളോഗ് ഇട്ട്, അത് പെട്ടെന്ന് ലൈക്ക് ഒരു 50 വ്യൂസോ 60 വ്യൂസോ എന്താ കാര്യം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനെക്കാട്ടും വ്യൂസ് കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കൂലേ. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കാൻ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കാര്യം, ഈ 1.5 വർഷത്തെ ഞാൻ കുറേ കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്, ആ കാര്യം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ യൂട്യൂബിനെ പറ്റി അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങി. അപ്പം അതൊരു 100 വ്യൂസായി, 126 വ്യൂസായി, 200 വ്യൂസായി. പിന്നെ അങ്ങോട്ട് കയറുന്നില്ല, പക്ഷെ ആ ഒരു ഇതിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു 15-20 സബ്സ്ക്രൈബർ വെച്ചിട്ട് ഒരു 200 വ്യൂസൊക്കെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം മുമ്പത്തെ വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ ബുക്കിൻ്റെ വീഡിയോ പെട്ടെന്ന് 1K അബോവ് വ്യൂസായി. ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ ഇങ്ങനെ വ്യൂസ് കയറി. പിന്നെ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയി, ഇനി വീഡിയോസ് ഇടാം, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ കയറും എന്നൊക്കെ. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നമ്മുടെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കയുടെ വീഡിയോ ഇട്ട്, ഉണ്ടാക്കുന്ന വീഡിയോ ചുമ്മാ തട്ടിക്കൂട്ടി എന്തോ ചെയ്തതാണ്. അതിന് എബോവ് എന്തോന്ന് 900 സംതിങ് വ്യൂസായി. അത് പിന്നെ ഇപ്പം അതിൻ്റെ വ്യൂ 1.2K ആണ് കേട്ടാ. പണ്ട് ഞാൻ ഇവിടെ കിടപ്പുണ്ട്, ബ്ലറായിട്ടേ കാണുള്ളൂ, സാരിയില്ല. അപ്പം അതിപ്പോൾ 1.2K ആയി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ലൈക്ക് വീട്ടിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പം അതിൻ്റെ ഞാൻ ബിരിയാണി വാങ്ങിച്ചു. അതൊക്കെ ഇപ്പം കാണുമ്പോഴേ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും, എന്തൊക്കെ പറഞ്ഞു വെച്ചേക്കണം എന്തോന്ന്. പക്ഷെ അതൊക്കെ ഇട്ട് വീഡിയോസൊക്കെ കയറാൻ തുടങ്ങി. ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് കോളേജിൽ ടൂർ വന്നത്. കോളേജിൽ ടൂർ വന്ന് ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കാൻ തുടങ്ങി, ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അയ്യോ, അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. ഞാനാണെങ്കിൽ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇട്ട്, അതിപ്പം 4000 സംതിങ് വ്യൂസ് ആണ് ലോങ് വീഡിയോ ഇട്ടത്. അതും കയറാൻ തുടങ്ങി. അപ്പം ഭയങ്കര സന്തോഷം. പിന്നെ കുറേ എക്സൈറ്റഡ് ആയി, ഇനിയും വീഡിയോ ഇടാം എന്നുള്ള. കുറേ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ 200 ഷോർട്സിനൊക്കെ 200 വ്യൂസൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ അത് ചിലപ്പോൾ 1K ആവും. അപ്പം വീണ്ടും ഇടാനുള്ള ഇത്. അതുകൊണ്ട് ഞാൻ നിർത്തണില്ല എന്ന് തീരുമാനിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് തന്നെ ഞാൻ വിചാരിച്ച് ഇട്ട് തുടങ്ങി. അങ്ങനെ സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസ് കയറാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ കോളേജിൽ ടൂർ പോയത്. അപ്പോഴത്തേനും Day 1, Day 2, Day 3 ആയിട്ട് ഞാൻ വ്ളോഗ് എടുത്തിട്ട് അപ്പം ഞാൻ വീഡിയോ ചെയ്ത് സ്റ്റാറ്റസ് ആക്കി. അപ്പം ഏകദേശം എൻ്റെ കുറേ ഫ്രണ്ട്സ് അറിഞ്ഞ് എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം. അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത്, നീ ഇനിയും ചെയ്യണം, ഇനിയും വീഡിയോസ് ചെയ്യണം, നിർത്തരുതെന്നൊക്കെ പറഞ്ഞ് അവരൊരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ ആ ഒരു ടൈമിൽ എന്നെ അത്രയും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്, നീ ചെയ്യണം, വീഡിയോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. എൻ്റെ കോളേജിൽ അന്ന് ടൂർ വന്ന എല്ലാവരും കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ തന്നെ ടൂറിന് പോയപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ ഫോണും കൊണ്ടാണ് പോയത്. സാംസങ് ആയിരുന്നു, S21 എന്തോ. എൻ്റെ ഫോണ് റെഡ്മി ആണ്. ഇതാണ് എൻ്റെ ഫോണ്. എൻ്റെ അപ്പച്ചൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഫോൺ. ഇതിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിലത്ര ക്ലാരിറ്റി ഇല്ല. അപ്പം മാമൻ എനിക്ക് ഫോണ് തന്നു. അതുകൊണ്ട് ജയമാമൻ, എല്ലാവരെയും പേര് ഞാൻ എടുത്ത് പറയുക. അപ്പോൾ മാമൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ കുറേ ക്ലിപ്സ് അതിൻ്റെ അകത്തെടുത്ത്, കുറേ വീഡിയോസ് എടുത്ത്, കുറേ ഫോട്ടോസ് എടുത്ത്. അപ്പം അതുകൊണ്ടിട്ട് എൻ്റെ മാമൻ്റെ അടുത്ത് അന്ന് എനിക്ക് ഫോണ് തന്നതിന് ഒരുപാട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ കൂടിയേട്ടാ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്ത് അവർ അതിനുശേഷം റീസെൻ്റ് ആയിട്ട് 2-3 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ജ്യോതിക വീഡിയോ എടുത്തത് ഞങ്ങൾ ഇപ്പോഴും കാണാറുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നത്തെ ആ ഒരു ഡേ ഫുള്ളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സംഭവങ്ങൾ. 15-16 മിനിറ്റേ ഉള്ളൂ, എന്നാലും മാക്സിമം കുറച്ച് ബിറ്റൊക്കെ ഞാൻ കവർ ചെയ്ത് എടുത്ത് ഒരു വ്ളോഗ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെടുത്ത് വെച്ച് ഇടയ്ക്ക് കാണാറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ വീഡിയോസ് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ഒരു ദിവസം ഫോണ് ക്ലാരിറ്റി കുറഞ്ഞ് വീഡിയോ ഇടാണ്ടായി. അപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ, അവനാണെങ്കിൽ എനിക്ക് അവൻ്റെ ഗോപ്രോ തന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. അപ്പം അന്ന് അവൻ ഫോൺ തന്നു. അപ്പം ഞാൻ ഫോണല്ല, അവൻ്റെ ഗോപ്രോ എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ ഒരു ലേസ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്തു. ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, അത് ഒരു 400-500 വ്യൂസേ ആയുള്ളൂ. എവിടെ 300 എന്തോ വ്യൂസ് ആയതേ ഉള്ളൂ. സ്റ്റിൽ ഒരു ലോങ് വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലേസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. എല്ലാവരും പറയും ലേസ് ഒരുപാട് കഴിക്കരുത്, പക്ഷെ എനിക്ക് ലിമിറ്റ് വെച്ചേ കഴിക്കാറുള്ള കേട്ടോ. അപ്പം ലേസ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൻ തന്ന ഗോപ്രോ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത്. അവൻ മാത്രമല്ല, ലൈക്ക് കുറേ പേരുണ്ട്. ഇപ്പം അർജുൻ സംഗീതായാലും അർജുനായാലും അഭിനവായാലും ആദർശ്, ഇവരൊക്കെ ഒരുപാട് ഇങ്ങനെ പറയും വീഡിയോ ചെയ്യണം, നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി, എല്ലാം സെറ്റാവും. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ഇടുന്ന ഷോർട്സൊക്കെ 2K വ്യൂസൊക്കെ ആവാൻ തുടങ്ങി. പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം 500 സബ്സ്ക്രൈബേഴ്സായി. അന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു എനിക്ക്. 500 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 1800 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഈ 1800 സബ്സ്ക്രൈബർ വെച്ചിട്ടാണ് ഞാൻ 1000 കാണാൻ പറ്റൂല, സിനിമാറ്റിക്കിൽ ഇട്ടാക്കൊണ്ട് കാണാൻ പറ്റൂല. 1800 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ 1800 എന്ന് പറയണത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കൂടിപ്പോയ ഒരു 100-120 പേര് മാത്രമേ കാണുള്ളൂ എന്നെ അറിയാമെന്നുള്ളവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും, ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും. ബാക്കി എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണവരാണ്. ഇപ്പം ഒരു 1500 പേരെങ്കിലും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും. എനിക്ക് അവരെയൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അവരെല്ലാവരും ഈ ഒരു 1.5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു 11th +1 തൊട്ടേ ഞാൻ പൈസ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടി വെച്ച് ഞാൻ +1 +2 കഴിഞ്ഞ ടൈമിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ആ ടൈമിൽ കൊളാബറേഷനൊക്കെ കിട്ടുമായിരുന്നു. നജ്മ ചേച്ചിയാണ് എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ ബാർട്ടർ കൊളാബറേഷൻ അതൊക്കെ അറിയായിരിക്കും, ഇൻസ്റ്റഗ്രാമേഴ്സിനൊക്കെ അറിയായിരിക്കും. അപ്പം കൊളാബറേഷനൊക്കെ ചെയ്തു. ഇപ്പം 30 രൂപയായാലും 50 രൂപയായാലും കിട്ടുന്ന പൈസയാണല്ലോ. അങ്ങനെ കൂട്ടി വെച്ചിരുന്ന് കുറച്ച് അധികം പൈസ ആയപ്പോഴത്തേനും ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ജോബി ചേട്ടനാണ്. അപ്പോൾ ജോബി ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം എടുക്കണത് വീഡിയോ ഷൂട്ട് ചെയ്യണത് 13-ലാണ്. അപ്പം എൻ്റെ പൈസയ്ക്ക് തന്നെയാണ് ഞാൻ ഫോൺ എടുത്തത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, സ്റ്റക്കായിപ്പോയി. കട്ട് ചെയ്തിട്ട് അടുത്ത പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ. അപ്പം ഐഫോൺ എടുക്കണമെന്നുള്ളത് അതിനെക്കാട്ടും വലിയൊരു ഡ്രീമായിരുന്നു. ലൈക്ക് ക്ലാരിറ്റി ഉള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം റെഡ്മി ഇത് കുഴപ്പമുണ്ടെന്നല്ല, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ +1 തുടങ്ങിയ +2 കഴിഞ്ഞിട്ട് എടുത്ത ഫോണാണ്. ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയിക്കാണും ഇത് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കുഴപ്പമില്ല. ഒരു വട്ടം സ്ക്രീൻ ബ്ലാക്ക് ഔട്ടായി. അത് ഒരു സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതല്ലാതെ ഇതുവരെ ഇതിന് ഒരു കുഴപ്പമില്ല. തറയിലൊക്കെ വീണിട്ടുണ്ട്, സൈഡിൽ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഇതിന് വേറെ ഒരു കുഴപ്പമില്ല. ഇതിലും ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട്. ഇപ്പം ഈ ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബാക്കി എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ അപ്പം ഫോൺ എടുത്തതിൽ ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ജോബി ചേട്ടൻ്റെ അടുത്ത്. അതും പോയിട്ടും ഈ സംഭവം വരാൻ വേണ്ടിയിട്ട് കുറേ വൈകി. അപ്പം ഇത് ട്രിവാൻഡ്രത്തുനിന്ന് പോയി എനിക്ക് എടുത്തുകൊണ്ട് തന്നത് അഭിനവാണ്. അപ്പൊ അവൻ്റെ അടുത്ത് അതിനെക്കാട്ടും ഗ്രേറ്റ്ഫുൾ. അവൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് എൻ്റെ വീട് വരെ കൊണ്ട് തന്നു എനിക്ക്. അപ്പൊ ഹാപ്പി. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് യൂട്യൂബ് ജേണി. ഒരുപാട് ഒരുപാട് ഡ്രീംസ് ഉണ്ട് എല്ലാവരെയും പോലെ. ഞാൻ എന്താ ഡയറിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 2-3 ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതൊക്കെ ഷോർട്ട് ടൈം ഗോൾസ് ആണ്. ഈ ഷോർട്ട് ടൈം ഗോൾസ്, ലോങ് ടൈം ഗോൾസ് എനിക്ക് എഴുതാൻ പറഞ്ഞത് എൻ്റെ മാമനാണ്. മാമൻ പറയും ലോങ് ടൈം ഗോൾസ് ആയിട്ട് എഴുതി വെക്കണം, നിന്റെ ലോങ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഗോൾസ്, ഷോർട്ട് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഗോൾസ്. അപ്പം ഞാൻ ലോങ് ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ലോങ് ടൈമിൽ വരുന്ന ഒരു ഗോളായിരുന്നു ഐഫോൺ. കിട്ടി, താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഷോർട്ട് ടൈമിലും ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയി. പതിയെ പതിയെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വീഡിയോസ് എല്ലാം കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ. എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ പാരൻസ്. ചിലപ്പോഴൊക്കെ വഴക്ക് പറയും കേട്ടാ. രാവിലെ എണീറ്റുടനെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് പോണ കാണുമ്പോൾ രാവിലെ അവള് തുടങ്ങി എന്ന് പറയും. പക്ഷെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ വീഡിയോസ് ചെയ്യണതും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും വ്യൂസ് കൂടിയെന്ന് ഞാൻ പറയണതും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്. പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ വിഭജിക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് അവളാണ്, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. പിന്നെ ബാക്കി കുറേ പേരുണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും എൻ്റെ ഈ ഒരു ജേണിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണതാണ്. അപ്പം എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ വാട്ട് എയ്റ്റിൻ്റെ ഡേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വാട്ട് എയ്റ്റിൻ്റെ ഡേ ഇടുന്ന ടൈമിൽ എനിക്ക് വ്യൂസ് ഒക്കെ കയറാറുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മാരേജ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കുറച്ച് വ്യൂസ് ഒക്കെ കയറി. അപ്പോൾ എന്ന് പറയാൻ, എല്ലാത്തിലും ഗ്രേറ്റ്ഫുൾ 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 മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഈ ഒരു യൂട്യൂബിലോട്ട് വരുമെന്ന് പോലും എനിക്ക് ഒരിതില്ലായിരുന്നു. യൂട്യൂബിൽ വരും, യൂട്യൂബിൽ വീഡിയോസ് ഇടും, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു, ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇപ്പം നടക്കണത് കൊണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മമ്മയൊക്കെ വീഡിയോ കാണും കേട്ടോ. മുടങ്ങാതെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ അമ്മമ്മ കാണും, പറയും അവിടെ ചെല്ലുമ്പോഴും. സന്തോഷം കേൾക്കുമ്പോൾ. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് 1800 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സ്റ്റിൽ അവരൊക്കെ സ്റ്റാറ്റസ് ഇടും കേട്ടോ. മാരേജിൻ്റെ സംഭവമൊക്കെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് മാരേജിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിയല്ലേ മറ്റേ വീഡിയോ ഇട്ടത്, കല്യാണത്തിൻ്റെ ലോങ് വീഡിയോ ഇട്ടത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ സ്റ്റാറ്റസിൽ നിന്ന് ആ ലിങ്ക് കണ്ടിട്ട് അവർ കണ്ടതാണ് വീഡിയോ. അതങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ആ വീഡിയോക്ക് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. ഞാൻ അതിൻ്റെ അകത്ത് സിനിമ പാട്ട് ആഡ് ചെയ്തു, ഫിലിം സോങ് ആഡ് ചെയ്ത് കോപ്പിറൈറ്റ് കിട്ടി. സാരമില്ല, ഞാൻ സഹിച്ച്. നോ ഇമ്പാക്റ്റ് ആണ്, അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ കിട്ടങ്ങനെ. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ ട്രിം ഔട്ട് ചെയ്ത് കളയാമെന്ന് ആ സിനിമ സോങ്ങിൻ്റെ അത് ട്രിം ഔട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. എനിക്കിങ്ങനെ എനിക്കിങ്ങനെ പറയണമായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്ത, ഹെൽപ്പ് ചെയ്യണതല്ല സപ്പോർട്ട് ചെയ്തത് ടിൻറ്റുവിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ട്, ആൽബിൻ പറയും ജോ ഒരു ദിവസം നല്ലൊരു യൂട്യൂബർ ആവും, അവിടെ എത്തും ഇവിടെ എത്തും എന്നൊക്കെ പറയും. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലി എല്ലാവർക്കും ഒരുപാട് താങ്ക് യു, ഒരുപാട് ഗ്രേറ്റ്ഫുൾ. യൂട്യൂബ് ജേണിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ. എല്ലാവരും വീഡിയോ ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങളൊക്കെ വീഡിയോ ചെയ്യും, നിങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോ ചെയ്യും. ഇപ്പം ഗൗരി, ബിൻഷ അവരൊക്കെ ഉണ്ട്, ഭാഗ്യയുടെ അനിയത്തി, അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അവരുടെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്. ഞാനും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. റീച്ച് ആവണത് കുറയണത് അതൊക്കെ എല്ലാം അൽഗോരിതം അനുസരിച്ചിരിക്കും, വീഡിയോയുടെ ക്വാളിറ്റിയും കണ്ടന്റും അനുസരിച്ചിരിക്കും. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. ചില വീഡിയോ ഉണ്ടല്ലോ സ്റ്റക്കായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കയറി റീച്ച് ആവും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇട്ട വീഡിയോ അങ്ങനെ തന്നെ കിടക്കട്ടെ, റീച്ച് ആയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കിങ്ങനെ പറയണമായിരുന്നു. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ മുഖത്തൊരു ചിരി വരെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനിയും ചിരി വരുത്തിക്കും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. എല്ലായിടത്തും ഒരുപാട് താങ്ക്സ്, ഒരുപാട് സ്നേഹം, സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പുതിയൊരു നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഷോർട്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.